Designz. ഞാൻ അസ്നാനദ്രെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും പിന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്ത ഒരു ഡക്കിന്റെ ഡിസൈനും സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ബ്ലാങ്കറ്റ്സിന്റെയോ അല്ലെങ്കിൽ തിക്ക് വൂളൻ ക്ലോത്ത്സിന്റെ ഒക്കെ എഡ്ജ് നമുക്ക് എഡ്ജ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഈ എഡ്ജ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നൂലുകളൊക്കെ വിട്ടു പോവും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഫ്ലോ മാറ്റ്സും അല്ലെങ്കിൽ ഇപ്പൊ ബ്ലാങ്കറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ എഡ്ജിൽ കാണാം നമ്മൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തത്. പക്ഷെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ കേബിൾ സ്റ്റിച്ച് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനെ പറയും. പക്ഷെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അതിന് മാത്രമല്ല യൂസ് ചെയ്യുക. ഇപ്പൊ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യണ ഡക്കൊക്കെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പല സ്റ്റിച്ചസ് ഡിസൈൻസിനും നമ്മൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്യും. ബട്ട് മോസ്റ്റ് കോമൺലി ഇത് യൂസ് ചെയ്യുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിന്നെ നമ്മളിപ്പോ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ ഈ ഡിസൈനും കൂടി ആഡ് ചെയ്താൽ ആ ഡ്രസ്സ് നമുക്ക് ഇച്ചിരി കൂടി ഭംഗിയിലാക്കി എടുക്കാൻ പറ്റും. അത് ഒരാൾക്കാരുടെ ക്രിയേറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഐഡിയാസ് ഒക്കെ ഇരിക്കുക. അതുപോലെ തന്നെയാണ് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഇപ്പൊ മോസ്റ്റ് കോമൺലി ഇതിപ്പോ ബ്ലാങ്കറ്റ്സിനാണെങ്കിൽ പോലും നമ്മൾ ഈ ഫ്ലവേഴ്സിന്റെ ബോർഡർ ചെയ്യാനും നമ്മൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആണ്. അപ്പൊ ഇവിടെ 6 strands ആണ് നൂലെടുത്തത്. ഒരു സൈഡ് മാത്രമാണ് ഞാൻ കെട്ടിട്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മുകളിലത്തെ ലൈനിൽ ഞാൻ ഇപ്പോൾ ഇവിടെ 2 ലൈനാണ് വരച്ചത്. അത് ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ. മുകളിലത്തെ ലൈനിൽ നമുക്ക് നീഡിൽ മുകളിലെടുക്കാം. ഇച്ചിരി ചെറുതായിട്ടൊന്ന് നീക്കി മുകളിലേക്ക് കുത്താം. എന്നിട്ട് നമ്മൾ ഈ നൂല് ഈ നീഡിലിന്റെ താഴത്തേക്ക് വരണം. നമുക്ക് നമ്മുടെ നീഡിലെടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ ഇതേ ഡിസ്റ്റൻസിൽ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടിട്ട് വീണ്ടും മുകളിലേക്ക് കുത്താം. നൂല് താഴത്തേക്ക് എടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് വെക്കാനുള്ള ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡിസൈൻ നമ്മളുടെ ഒരു ട്രേസിങ് പേപ്പറിലേക്ക് ട്രേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യാം. ഇവിടെ ഡക്ക് ട്രേസ് ചെയ്തു. നമുക്ക് ഈ പിൻസ് ഒക്കെ മാറ്റാം.
നമുക്കിത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഡക്കിൽ ഇവിടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ 2 കളർ ത്രെഡ്സ് ആണ് എടുത്തത്. യെല്ലോയും ഓറഞ്ച് കോമ്പിനേഷൻ ത്രെഡ്സ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്തത്. അപ്പോൾ ഈ മൗത്ത് പോർഷനൊക്കെയാണ് ഞാൻ ഓറഞ്ച് ത്രെഡ് വെച്ച് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പോർഷനൊക്കെ ഓറഞ്ച് ത്രെഡ് വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ യെല്ലോ ത്രെഡ് ഞാൻ എടുത്തത് 6 strands ആണ്. 1 സൈഡാണ് ഞാൻ കെട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ലൈൻ വേണം. അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് ഷെയ്ഡിൽ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ ലൈനിൽ കുത്താം. പഠിച്ചത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഡക്ക് മൊത്തം ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഡക്കോടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഇതിൻ്റെ മൗത്ത് പോർഷൻ ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഈ വിങ്സിൻ്റെ പോർഷൻ ഞാൻ യെല്ലോ ഓറഞ്ച് കോമ്പിനേഷനിലാണ് ഇവിടെ ഞാൻ വിങ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഐ ഞാൻ ബ്ലാക്ക് വെച്ചിട്ടാണ് ചെയ്തത്. ഇതും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നമ്മളുടെ റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഡക്കോടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഐ പോർഷൻ ആയാലും മൗത്ത് പോർഷൻ ആയാലും മൊത്തം ബ്ലാങ്കറ്റ് സ്റ്റിച്ച് മാത്രമാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ അടുത്ത് നമ്മത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യണ എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ ഓരോ വെറൈറ്റി ഡിസൈൻസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ എല്ലാ ഡിസൈൻസും റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യണമെന്നും പറയാറുണ്ട്. ഡിസൈനിങ് കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് കമ്പൽസറി ആണ്. ഓരോ സ്റ്റിച്ചസ് പഠിക്കുമ്പോഴും അത് റെക്കോർഡ് ബുക്കിലേക്ക് ആക്കി വെക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പോൾ അവരൊരു ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്ക് അതൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നോക്കാൻ പറ്റും. നമുക്ക് ഓരോ റെക്കോർഡ് ബുക്കിൻ്റെ ഓരോ സ്റ്റിച്ചസ് മറിച്ച് നമ്മൾ ഏത് സ്റ്റിച്ചാണ് ചെയ്തതെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ആൾക്കാരും ഫ്ലവേഴ്സ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഒരു വെറൈറ്റി ഓരോ ഡിസൈൻസും കണ്ടെത്തി നമ്മൾ റെക്കോർഡ് ബുക്കിലേക്കൊക്കെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റു സ്റ്റുഡൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയി നിൽക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും വേണം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇനിയൊരു വെറൈറ്റി വീഡിയോയും ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.